ന്യായാധിപന്മാർ അധ്യായം 12. എഫ്രായിംകാർ യുദ്ധത്തിനൊരുങ്ങി. അവർ സഫോണിലേക്ക് ചെന്നു. ജഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജഫ്ത അവരോട് പറഞ്ഞു, ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നു. കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു. ജഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു. ഗിലെയാദുകാർ എഫ്രായിമിൻ്റെയും മനാസെയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളെന്ന് എഫ്രായിംകാർ പറഞ്ഞതുകൊണ്ട് ഗിലെയാദുകാർ അവരെ തകർത്ത് കളഞ്ഞു. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തു. എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രായിംകാരനോ എന്ന് ഗിലെയാദുകാർ ചോദിക്കും. അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബ്ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും. ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും. 40,000 എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു. ജഫ്ത ഇസ്രായേലിൽ 7 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ഇബ്സാൻ. അവനുശേഷം ബത്ലേഹംകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. അവന് 30 പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന 30 പുത്രിമാരും തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരും ഉണ്ടായിരുന്നു. അവൻ 7 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ഇബ്സാൻ മരിച്ചു, ബത്ലേഹമിൽ അടക്കപ്പെട്ടു. ഏലോൻ. അവനുശേഷം സെബുലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ 10 വർഷം ന്യായപാലനം നടത്തി. ഏലോൻ മരിച്ചു, സെബുലൂൺ ദേശത്ത് അയാലോണിൽ അവനെ സംസ്കരിച്ചു. അബ്ദോൻ. പിന്നീട് പിറന്തോന്യനായ ഹീലേനിൻ്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായാധിപനായി. അവന് 40 പുത്രന്മാരും 30 പൗത്രന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് സഞ്ചരിക്കാൻ 70 കഴുതകൾ ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേലിൽ 8 വർഷം ന്യായപാലനം നടത്തി. പിറന്തോന്യനായ ഹീലേനിൻ്റെ പുത്രൻ അബ്ദോൻ മരിച്ചു. അമലേക്കരുടെ നാട്ടിൽ എഫ്രായിം ദേശത്തെ പിറതോനിൽ സംസ്കരിക്കപ്പെട്ടു.